നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രീം ഗേൾ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ബീഡ്സ് വെച്ച ഒരു മാലയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്നൊക്കെ ഇപ്പോൾ നമുക്ക് നോക്കാം. ഗിയർ ലോക്ക്, ഗിയർ വയറ്, നമ്പർ 3 മണി, ഗ്ലാസ് ബീഡ്സ്, ബാക്ക് ചെയിൻ. ഇത്രയാണ് നമുക്കിതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇത് ഗിയർ വയറാണ്. ഈ ഗിയർ വയർ ഇങ്ങനെ റോളായിട്ട് കിട്ടും. ഈ റോളിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വരുന്ന ബാക്ക് ചെയിൻ, ഈ ബാക്ക് ചെയിൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഗിയർ വയറിനകത്ത് ഈ ലോക്ക് ഘടിപ്പിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യാണ്. ചെറിയൊരു ഐറ്റംസ് ആയതുകൊണ്ട് സ്വല്പം പാടാണ്, സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഇങ്ങനെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഇതുപോലൊരു ബീഡ്സ് ഇടുകയാണ്. ഇതിന് ഈ ബീഡ്സിന് ഈ ഒരു കളർ മാത്രമല്ല ഉള്ളത്, ഇതുപോലൊരു 12 കളേഴ്സ് കാണും. അത് നല്ല ഡാർക്ക് കളർ കാണും, ലൈറ്റ് ഷെയ്ഡ് കാണും. അതിനുശേഷം നമ്പർ 3 മണി നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് നമ്പർ 3 മണി. 0 മണിയല്ല, ഇത് നമ്പർ 3 ആണ്. ഇങ്ങനെ നമ്മളൊരു 40 ബീഡ്സ് ഇടുകയാണ്. ഈ മാലയ്ക്കായിട്ട് 40 ബീഡ്സ്. പിന്നെ 40 ബീഡ്സ് വേണ്ടാത്തവർക്ക് നമുക്ക് ആവശ്യമുള്ള ബീഡ്സുകളൊക്കെ ഉപയോഗിക്കാം. എത്ര നമ്പർ വേണേലും ഉപയോഗിക്കാം. ഇത് സാധാരണ നമ്മൾ സാരിയുടെ കൂടെയാണ് ഉപയോഗിക്കാറുള്ളത്. ജീൻസ് ഇടുന്നവർക്കൊന്നും ഇതൊന്നും അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല. ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഈ ഗ്ലാസ് ബീഡ്സിന്റെ സൈഡിൽ കാണുന്ന ഗോൾഡൻ കോട്ടിങ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റിനകത്ത് മാത്രം കാണുന്നൊരു ഇതാണ്. നല്ല സാധനങ്ങളിൽ ഇത് പോകുകയില്ല. ഇങ്ങനെ ഓരോ മണി ഇടുക. ഈ ഓർണമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. ഇതിപ്പം നമ്മളിപ്പോൾ ഇതിന്റെ ഈ സൈഡിൽ മറ്റു മുത്തുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മതി ഒരു ലോക്കറ്റ് മോഡലിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സൈഡിൽ ചിലർ പേളുകളൊക്കെ ഉപയോഗിക്കാം. പേളാകുമ്പോൾ ഏത് കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ബീഡ്സുകൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ലോക്കൽ ബീഡ്സിനൊക്കെ കുറഞ്ഞ റേറ്റും വരുന്നുണ്ട്. അത് നോക്കിയൊക്കെ എടുക്കുക. പിന്നെ ചിലർ യൂസ് ചെയ്തതിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. എനിക്ക് ചിലതിന് ഗ്യാരണ്ടി പറയാൻ പറ്റും. അത് ഞാനിത് വളരെ നാളുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഒരു 40 ഈ ബീഡ്സ് ആണ് വേണ്ടുന്നത് നെക്ലസ് മോഡലിന് വേണ്ടി. അപ്പോൾ ഫുൾ വർക്ക് ചെയ്ത് അത് മൊത്തത്തിലിടുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പല കളറിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് അനുസരിച്ച് ഡ്രസ്സിന് അനുയോജ്യമായ ബീഡ്സുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് കൂട്ടിയും കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഞാനിത് ഫുൾ വർക്ക് ചെയ്യാൻ പോവാണ്. ഇത് ഒരു നെക്ലസ് മോഡലിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഈ 40 ബീഡ്സും ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മുത്തുകൾ അത്രയും കൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മളിപ്പം ലോക്ക് ചെയ്യാൻ പോവാണ്. ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് 40 എന്ന് പറയുന്ന പീസ് കൂടിക്കഴിഞ്ഞാൽ ഉള്ള ദോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഈ ബീഡ്സുകൾ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കും കഴുത്തിൽ. അപ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടായിട്ട് മാറും. അതിനേക്കാളും നല്ല ഇത് സ്വല്പം ലൂസാക്കി നമുക്ക് ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കത് ലോക്ക് ചെയ്യാം. ലോക്ക് ഒരു ചെറിയൊരു പഞ്ചസാര മുത്തിന്റെ അത്രയേ ഉള്ളൂ. ഇതാ വേണം നമ്മൾ ഇനി ലോക്ക് ചെയ്യാനായിട്ട്. ഈ ലോക്കിന് നല്ല വിലയൊക്കെ ഉള്ളതാണ്. സൂക്ഷിച്ച് ചെയ്യണം.
ലോക്ക് ഈ നമ്മളെ പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് കയറ്റുന്നതിന് മുമ്പേ വേണം ഇടാനായിട്ട്. ഇനി നമ്മളത് ബാക്ക് ചെയിനിലേക്ക് ഇടുകയാണ്. ഈ ലോക്ക് ഇട്ടുള്ള മാലകളെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഗിയർ വയർ എല്ലാത്തിനും ഒന്നും ഉപയോഗിക്കാനും പാടില്ല. ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇത്രയും മതി, ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലോക്കായി കഴിഞ്ഞു. ഇത് കറക്റ്റ് പോയിന്റിൽ നിൽക്കുകയാണിത്. ഇത് കൂടുതൽ ടൈറ്റ് ചെയ്താൽ ഈ പീസുകളെല്ലാം ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ലൂസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിടക്കുന്നത്. അങ്ങനെ അഥവാ ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് മെല്ലെ ഒന്ന് വലിച്ചിടുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലിക്കാൻ പോരുത്, ഒരു കുറച്ച് ഒന്ന് ലൂസാക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതിന്റെ ഭംഗി കണ്ടല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 12 കളേഴ്സ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അത് കളർ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിന്റെ പോലത്തെ തന്നെ ചെറിയ ചെറിയ പീസുകൾ വരുന്നുണ്ട്. മുല്ലമുട്ട്, പിന്നെ പല പല ഡയമണ്ട് ഷേപ്പ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഒരുപാട് ഡിസൈനുകളും ഈ ഗ്ലാസ് ബീഡ്സുകളിൽ ഉണ്ട്. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത. ഇപ്പൊ ഞാനിത് ഇത് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നത്. നമ്മൾ കാണാത്ത പല പല ടൈപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണില്ല. ഇങ്ങനെ ഇതിന്റെ പല കളറുകൾ നമുക്ക് വിപണിയിലുണ്ട്. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും.